ഹായ് കൂട്ടുകാരെ, ഞാൻ ബിൻസി രാജേഷ്. എൻ്റെ പേര് ബിൻസി ജോണി എന്നാണ് കേട്ടോ. ഒഫീഷ്യൽ നെയിം ബിൻസി ജോണി. എൻ്റെ ഭർത്താവിൻ്റെ പേരാണ് രാജേഷ് എന്ന്. അപ്പം ഞാൻ എപ്പോഴും ഈ ബിൻസി രാജേഷ് എന്ന് പറയുന്നത് കേട്ടിട്ട് ചിലർക്ക് സംശയമുണ്ട്, ഈ ബിൻസി ജോണിയും ബിൻസി രാജേഷും ഒന്നാണെന്ന്. പക്ഷെ രണ്ടുപേരും ഒന്നാണ് കേട്ടോ. ഒരു 1 and same സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. രണ്ടുപേരും ഒന്നാണ്. അച്ഛൻ്റെ പേരാണ് ജോണി, ഭർത്താവിൻ്റെ പേരാണ് രാജേഷ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇസ്രായേലിൽ വരുന്നതിനെ കുറിച്ചാണല്ലോ കൂടുതലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇസ്രായേലിലുള്ള ആൾക്കാർ തന്നെ എൻ്റെ നമ്പർ കണ്ടിട്ട് വിളിക്കുകയും അവരുടെയൊക്കെ എൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു അവസരമൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. അപ്പം ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ജോലി എളുപ്പമാണെന്ന് ആരും വിചാരിക്കരുത്. എല്ലാവർക്കും ഒരു വിചാരം കാണും, ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഖമാണ്, ഇവിടെ ഉള്ളവരെല്ലാം അടിച്ചു പൊളിച്ച് നടക്കുന്നു, എപ്പോഴും പുറത്തു പോകാം, എല്ലാം ഇതാണ്. പക്ഷേ നമ്മൾ ഏത് ജോലിക്ക് എവിടെ പോയാലും, എന്ത് ജോലിക്ക് കയറിയാലും, ഒരു സർക്കാർ ജോലിക്ക് കയറിയാലും, ഒരു നേഴ്സിംഗ് ജോലിക്ക് കയറിയാലും, സ്കൂളിൽ അധ്യാപികയായിട്ട് കയറിയാലും, നമ്മളൊരു സ്കൂളിൽ കഞ്ഞി വെക്കുന്ന ചേച്ചിയായിട്ട് കയറിയാലും, അവിടെ ഒരു പിയൂണായിട്ട് കയറിയാലും, ഏതൊരു ജോലിക്ക് നമ്മൾ ജോലി എന്ന് പറയുന്ന ഒരു ഇതിന് കയറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എന്ത് ജോലി, ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് വേണമല്ലോ. നമ്മൾ തുടക്കത്തിലേ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഒന്ന് സഹിക്കാനുള്ള ചെറിയൊരു മനസ്സ് കാണിച്ചാൽ, പ്രിയ കൂട്ടുകാരെ, മുന്നോട്ട് നമുക്ക് വലിയ വലിയ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. ആ ചെറിയ ചെറിയ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് നമുക്ക് മുന്നിൽ നമ്മുടെ ഒരു രീതിയിലോട്ട് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവരുടെയും കാര്യമല്ല, ചിലർക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എല്ലാ ഫാമിലിയും നമ്മുടെ സ്വഭാവമായിരിക്കില്ല. നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെയല്ലേ. ഇപ്പം എൻ്റെ വീട്ടിലെ സ്വഭാവമാണോ മറ്റുള്ള വേറുള്ള വീട്ടിലുള്ള ആൾക്കാർക്ക്? ഇനി ചിന്തിച്ചാൽ മതി. ഓരോ ഫാമിലിക്കും ഓരോ രീതിയിലുള്ള സ്വഭാവങ്ങളായിരിക്കും, ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണും. അപ്പം എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും ഓരോ അനുഭവങ്ങൾ കിട്ടണം, എല്ലാവരെയും ഒരേ രീതിയിലായിരിക്കണം എന്നൊന്നും ചിന്തിക്കരുത്. നമുക്ക് കിട്ടുന്ന ജോലി നമ്മൾ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ മുന്നോട്ട് നല്ല രീതിയോടുകൂടി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതുപോണക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കാണ് ഒരു കാരണവശാലും. ഇപ്പം ഞാനൊരു കേസ് കഴിഞ്ഞ ദിവസം അറിഞ്ഞു. 3 മാസമായപ്പോൾ ഇവിടെ വന്ന് ജോലി കഴിഞ്ഞ് ഒരാൾ റിട്ടേൺ പോയെന്ന്. അത് ചിലപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളായിരിക്കാം, എന്തെങ്കിലും ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആശുപത്രി കേസുകൾ വന്നതായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. നമ്മൾ എന്തൊരു പ്രശ്നം വന്നാലും അയ്യോ ഞാനിങ്ങനെയല്ല, എനിക്കിങ്ങനെ പറ്റത്തില്ല, എനിക്കിത് സഹിക്കാൻ പറ്റണില്ല, ഒരു ചെറിയൊരു നെഗറ്റീവ് ഉണ്ടായാൽ പോലും നമുക്കത് സഹിക്കാൻ പറ്റണില്ല എന്ന് പറയാതെ നമ്മൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക. കാരണം 6, 7, 8 വർഷങ്ങൾ ഈ നാട്ടിൽ ജോലി ചെയ്ത ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള നല്ല ആൾക്കാർ നമ്മുടെ ഈ ഇസ്രായേലിലുണ്ട്. അവരിവിടെ ആദ്യം വന്ന കാലത്ത് നമുക്കിന്ന് കിട്ടുന്നത് വലിയൊരു എമൗണ്ടാണ് സാലറി കിട്ടുന്നത്. പക്ഷെ അവർക്ക് വന്ന കാലത്ത് ഇതിൻ്റെ പകുതി സാലറി ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവര് ഇപ്പം നമ്മുടെ ലെവല് സാലറിയിൽ മേടിച്ച് അവർ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് സാലറി കിട്ടുമ്പം, ഇത്രയും രൂപ സാലറി കിട്ടുമ്പം ചുമ്മാ ഇരുന്ന് സാലറി മേടിക്കുന്നതെന്നൊക്കെ ഞാൻ പല ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചുമ്മാ ഇരുന്നല്ല, നമുക്ക് അത്യാവശ്യം ഒരു പേഷ്യൻറ്റിനെ നോക്കുക എന്ന് പറയുന്ന നല്ല അത്യാവശ്യ ജോലിയുണ്ട്. അവരെ നോക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്യുക, അവരെ സന്തോഷിപ്പിച്ചിരുത്തുക. അതാണ് നമുക്ക് വേണ്ട, നമുക്ക് കിട്ടുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞ്. അവരെ എത്രത്തോളം നമ്മൾ ഹാപ്പി ആയിട്ടിരുത്താൻ പറ്റുമോ അത്രത്തോളം ഹാപ്പി ആയിട്ടിരുത്തിയാൽ ആ ഫാമിലി നമുക്ക് സപ്പോർട്ടായിരിക്കും. അപ്പോൾ ആ ഫാമിലി നമുക്ക് സപ്പോർട്ട് ആകുന്നതോടുകൂടി നമുക്കും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആവശ്യങ്ങൾ ലോ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ബോംബെയിൽ നിന്ന് പഠിച്ചിട്ടാണ് കയറി വരുന്നത്. അത് കറക്റ്റായിട്ട് പഠിക്കുക. ഒരു എക്സാമിന് വേണ്ടി മാത്രം, ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം നിങ്ങളത് പഠിക്കാതെ അതെന്താണെന്ന് മനസ്സിലാക്കി മനസ്സിരുത്തി പഠിച്ചതിന് ശേഷം നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് വാ തുറന്ന് പറയുക. പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുക, പറയാനുള്ള മനസ്സ് കാണിക്കുക. നമ്മൾ എവിടെ എങ്ങനെ നിൽക്കുന്നു എന്നത് പോലെ ഇരിക്കും നമ്മുടെ മുന്നോട്ടുള്ള. നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് എന്ന് പറയാറില്ലേ, അന്ന് പറഞ്ഞതുപോലൊക്കെ തന്നെ നമ്മുടെ
പെർഫോമൻസ് എത്രത്തോളം നല്ലതായിരിക്കുമോ ഫസ്റ്റ്, അതേ രീതിയിലേ മുന്നോട്ട് അവർ പോകുള്ളൂ. ഫസ്റ്റ് നമുക്കതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട, അങ്ങനെ വേണ്ട, എനിക്ക് ആ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഈ ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് അതേ നടക്കുകയുള്ളൂ. അവരെപ്പോഴും അതൊരു പ്രശ്നമായിട്ട് എടുക്കും. ഇസ്രായേലിലെ ഫുഡ് ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, എനിക്കത് പറ്റത്തില്ല, എനിക്ക് ഇന്ത്യൻ ഫുഡ് തന്നെ വേണം. ഇവരും മനുഷ്യരാണ്, ഇവരും കഴിക്കുന്നത് ഫുഡാണ്. മനസ്സിലായോ? നമ്മുടെ അവിടെ 60-70 വയസ്സ് വരെയാണ് ഇന്ന് ആയുസ്സെങ്കിൽ ഇവിടെ 100, 110, 100 മേളിലോട്ടാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് ആയുസ്. ഇവർ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ്. ഫുഡ് കഴിച്ചിട്ടാണ് ഇവരും ജീവിക്കുന്നത്. കാരണം ഇവര് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മൾ എന്തിനാ ഫുഡ് കഴിക്കുന്നത് എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുക. ഏത് ജോലിക്കും പ്രശ്നങ്ങളുണ്ടായിരിക്കും, ഏത് ജോലിക്കും ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.